ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള, വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. PCOS, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. ഇതിന്റെ നെയിം ഇപ്പം മാറി PMOS എന്നൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ ചെയ്യാം. കാരണം PCOS എന്ന് പറയുന്നത് നമ്മുടെ ഓവറീസിനെ മാത്രം ബാധിക്കുന്ന എന്നുള്ള രീതിയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറി ഇപ്പം അത് മെന്റൽ ഹെൽത്തിനെയും അങ്ങനെ പല രീതിയിലും നമ്മൾ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. ഇന്നിപ്പം കേരളത്തിലെ കാര്യം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ 10ൽ 5 സ്ത്രീകളും PCOS കണ്ടുവരുന്നുണ്ട്. നമുക്ക് ബിഫിറ്റ് സ്ക്വാഡിലാണെങ്കിൽ തന്നെ ഒരുപാട് ക്ലൈൻസ് ആണ് PCOSുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. PCOS, ഫാറ്റി ലിവർ ഇഷ്യൂ, അങ്ങനെ വളരെ കോമൺ ആയിട്ട് ഒരു 4 years ബാക്ക് ഒക്കെ ആണെങ്കിൽ ഇത് കുറച്ചും കൂടെ കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ജോയിൻ ചെയ്യുന്ന ഒരുവിധം എല്ലാ കുട്ടികളിലും ഈ ഒരു PCOS കണ്ടുവരുന്നുണ്ട്. ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സ്, മൂഡ് സ്വിങ്സ്, ഹെവി പീരീഡ്സ്, അമിതമായിട്ട് വണ്ണം വെക്കുക, പ്രത്യേകിച്ച് നമ്മുടെ ഈ വയറിന്റെ ഏരിയയിൽ കൂടുതലായിട്ട് കൊഴു പടിഞ്ഞുകൂടുക, മുഖത്ത് അനാവശ്യമായിട്ടുള്ള രോഗങ്ങൾ തിക്കായിട്ട് വളരുക, ഹെവി ഹെയർ ഫോൾ, ഇതൊക്കെ PCOD ഉള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന ചുരുക്കം ചില ലക്ഷണങ്ങളാണ്. പലരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇത് ഒരിക്കലും മാറാത്ത ഒരു അസുഖമാണ്. നമ്മൾ മെഡിക്കേഷനിലൂടെ മാത്രമേ ഇതിന് മാറ്റം വരുള്ളൂ. എപ്പോഴും നമ്മൾ മെഡിസിൻ എടുക്കണം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. പക്ഷെ സത്യം അതല്ല. നമ്മൾ PCOS എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ഷിഫ്റ്റ് കാരണം ചിലപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഒരു അസുഖമായിരിക്കാം PCOS. നമ്മുടെ ഹോർമോൺസ് കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ് ആവുന്ന ഒരു അവസ്ഥയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ചില തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ PCOS നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാനും നമ്മുടെ ഹോർമോൺസിനെ നമുക്ക് ശാന്തമാക്കി കൊണ്ടുവരാനും സാധിക്കും. ഹോർമോൺ ടാബ്ലറ്റ്സിനും മെഡിക്കേഷൻസിനും ഒക്കെ പുറകെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾ മാറ്റേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ PCOS ഉള്ള എല്ലാ സ്ത്രീകളും, എല്ലാ പെൺകുട്ടികളും ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണാനായിട്ട് നോക്കുക. സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് നോക്കുക. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പൊ നമ്മൾ മാറ്റം വരുത്തേണ്ട 5 കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബ് ഓവർലോഡഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് കംപ്ലീറ്റ്ലി മാറ്റുക. ഒരു ലിസ്റ്റില് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്. നമ്മുടെ മെയിൻ ഭക്ഷണ രീതി എങ്ങനെയാണ്? നമ്മുടെ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും ദോശ, അപ്പം, പുട്ട്, ഇഡ്ഡലി ഇതുപോലെയുള്ള കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് അടങ്ങിയ ആഹാരങ്ങൾ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു പ്ലേറ്റ് നിറയെ ചോറ്, വൈകുന്നേരം ബേക്കറി പലഹാരങ്ങൾ അല്ലെങ്കിൽ എണ്ണ പലഹാരങ്ങൾ, നൈറ്റിൽ ചിലപ്പം ലേറ്റ് ആയിട്ടുള്ള ഡിന്നർ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫുഡ് ഓപ്ഷൻസിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഉയർന്ന അളവിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് അമിതമായിട്ട് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റിവിറ്റി ഉണ്ടാവുന്നു. ഇതാണ് PCODക്കുള്ള ഏറ്റവും വലിയൊരു റീസൺ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങളുടെ അളവ് കുറയ്ക്കുക. ഇപ്പൊ ചോറ് നിങ്ങൾ എത്രയാണോ കഴിച്ചുകൊണ്ടിരുന്നത് അതിന്റെ നേരെ പകുതിയായിട്ട് നിങ്ങൾ ചുരുക്കുക. ഇഡ്ഡലി, ദോശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മില്ലറ്റ്സ് പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം, ഓട്സ് ഉപയോഗിക്കാം, മൾട്ടിഗ്രെയിൻ ഫ്ലോർസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈവൻ നിങ്ങൾ അരിപ്പലഹാരങ്ങൾ തന്നെ കഴിക്കുകയാണെങ്കിൽ പോലും അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. കൂടുതൽ നേരം നിങ്ങൾ ഫില്ലിംഗ് ആക്കി കീപ്പ് ചെയ്യാനായിട്ട് പ്രോട്ടീൻ നിങ്ങളുടെ ഡയറ്റിലേക്ക് ആഡ് ചെയ്യാം. മീന്, മുട്ട, ചിക്കൻ, പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ ഒന്ന് കറണ്ട് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചെറിയൊരു ലൈറ്റ് ഡിഫറൻസ് നിങ്ങൾ കാണുന്നുണ്ടാവും. അതൊന്ന് ബെയർ ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ? കൂടുതൽ പ്രോട്ടീൻ ഓപ്ഷൻസ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക, ഫൈബർ ഓപ്ഷൻസ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം പ്രോസസ്ഡ് ഫുഡ്, അതേപോലെ തന്നെ ഷുഗർ. ഇത് തന്നെയാണ് നമ്മുടെ ഭക്ഷണക്രമത്തിലുള്ള രണ്ടാമത്തെ വില്ലൻ. മധുര പലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, സമൂസ, എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്ത ആഹാരങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഡ്രിങ്ക്സിലും ജ്യൂസിലും ഒക്കെ ഇടുന്ന റിഫൈൻഡ് ഷുഗർ, ഇതൊക്കെ ഒരു വില്ലനാണ്. ഇതൊക്കെ നമ്മുടെ ഹോർമോൺസിന്റെ ആ ഒരു ബാലൻസിനെ തകിടം മറിക്കുന്ന കാര്യങ്ങളാണ്. മധുരം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. റിഫൈൻഡ് ഷുഗറിന് പകരം നമുക്ക് സ്റ്റീവിയ അല്ലെങ്കിൽ ശർക്കര, നമുക്ക് അതും മോഡറേറ്റ് ആയിട്ട് തന്നെ എടുക്കണം. ശർക്കരയാണെന്ന് വെച്ചാൽ ഒരുപാട് കഴിക്കരുത്. ശർക്കരയെ മോഡറേറ്റ് ആയിട്ട് നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ മേപ്പിൾ സിറപ്പ്, ഈന്തപ്പഴം, ഇതൊക്കെ നമുക്ക് മധുരത്തിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പാക്കറ്റിൽ വരുന്ന ഫുഡ് ഓപ്ഷൻസ്, അതായത് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് കഴിയുന്നതും പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ തന്നെ നിങ്ങൾ ശ്രമിക്കുക. മൂന്നാമത്തെ വില്ലൻ എന്താ? സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. എപ്പോഴും ഇരുന്നിട്ടുള്ള ജോലി, വ്യായാമമില്ലായ്മ, ഇതൊക്കെ തന്നെ PCOS ഉള്ള ആളുകൾക്ക് വലിയൊരു വില്ലൻ തന്നെയാണ്. PCOS ഉള്ളവർക്ക് മാത്രമല്ല, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറി അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് വരണം. പലരും പറയും വീട്ടുജോലി ഞാൻ ചെയ്യുന്നില്ലേ, അപ്പൊ അത് തന്നെ ധാരാളമല്ലേ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പലരും ചെയ്യുന്ന എന്താണ്? വീട്ടുജോലി നമ്മളൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോലിയായിട്ടാണ് കാണുന്നത്. പലരും സന്തോഷത്തോടെ ചെയ്യുന്നവരുണ്ടാവും. വർക്കിംഗ് വിമൻ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ എന്താ സംഭവിക്കുക? അവർക്ക് ഓൾറെഡി ഒരു വർക്ക് ചെയ്യാനുണ്ടാവും. അതിന്റെ കൂടെ ഈ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ്, കുക്കിംഗ്, ക്ലീനിങ്, ഇതൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ തലയിലുള്ളത് കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്നതായിരിക്കാം. അപ്പൊ അത് സ്ട്രെസ് ആയിട്ട്, അതായത് വീട്ടിൽ വേറെ ആരും അതിന് ഹെൽപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടാണ് നമ്മൾ വീട്ടുജോലികളാണെങ്കിലും ചെയ്തു
ചെയ്തു തീർക്കുക. അപ്പൊ അങ്ങനെ നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു ജോലികളും അതൊരു വ്യായാമമായിട്ട് നമ്മുടെ ബോഡി കണക്കാക്കില്ല. അതേപോലെ തന്നെ നമ്മളിങ്ങനെ എന്താ പറയാ കിച്ചൺ വർക്കും അതുപോലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ മസിൽസും ഒന്നും അതിനകത്ത് എന്താ പറയാ ഇൻവോൾവ് ആവുന്നില്ല. ഒരു പ്രോപ്പർ വർക്ക്ഔട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ നടക്കുക അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് വർക്ക്ഔട്ട് ചെയ്യുക, അതൊക്കെയാണ് നമ്മൾ PCOS ഉള്ളവർ ചെയ്യേണ്ടത്. അപ്പൊ PCOS ഉള്ളവർ മിനിമം ഒരു 30 to 45 മിനിറ്റ്സ് വ്യായാമം മസ്റ്റ് ആണ്. അത് ബ്രിസ്ക് വാക്കിംഗ് ആവാം, അതല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ആവാം. ചിലര് ഭയങ്കരമായിട്ട് എന്താ പറയാ ഓവർ ടയേർഡ് ആവുന്ന രീതിയിലുള്ള എക്സോസ്റ്റിംഗ് ആവുന്ന രീതിയിലുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതായത് ഈ ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ടുകൾ, ഓട്ടം, ചാട്ടം, അതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇത്തരത്തിലുള്ള റിഗറസ് ആയിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹോർമോൺസിനെ വീണ്ടും എന്താ പറയാ ഇംബാലൻസ് ആക്കല് ഡിസ്റ്റർബ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൂൾ ആയിട്ടുള്ള വ്യായാമങ്ങൾ, നമുക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വ്യായാമങ്ങളാണ് PCOS, തൈറോയിഡ്, അതുപോലെ ഹോർമോൺ ഇംബാലൻസ് ഇഷ്യൂസ് ഒക്കെ ഉള്ളവർ ചെയ്യേണ്ടത്. അപ്പൊ ഒന്നുകിൽ നടത്തം അല്ലെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് വർക്ക്ഔട്ട്, ഇതൊക്കെയാണ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാവുന്ന വർക്ക്ഔട്ട് റുട്ടീൻസ്. നാലാമത്തെ കാര്യം പുവർ സ്ലീപ്പ് റുട്ടീൻ ആണ്. ഇത് പലരും എന്താ പറയാ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വർക്ക് ലൈഫ് തന്നെ, നമ്മുടെ ബിസി ഷെഡ്യൂൾ തന്നെയായിരിക്കും ഇതിന് കാരണം. ചിലപ്പോൾ വർക്ക്ഔട്ടും ഡയറ്റും ഒക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നവരുണ്ടാവാം, പക്ഷെ അവരുടെ ഉറക്കം ചിലപ്പം ഒരു 6 മണിക്കൂറിലൊക്കെ താഴെയായിരിക്കും. ഇതും നമ്മുടെ ഹോർമോൺസിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഹോർമോൺസ് ബാലൻസ് ആയിട്ട് ശാന്തമായിട്ട് വരുന്ന ഒരു സമയമാണ് നമ്മൾ ഉറങ്ങാൻ എടുക്കുന്ന സമയം. അപ്പൊ ആ ഒരു റെസ്റ്റ് ടൈം നമുക്കൊരു 7 to 8 hours കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോർമോൺസ് ഒരിക്കലും ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിക്ക് പറ്റില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കോർട്ടിസോൾ, അതായത് സ്ട്രെസ് ഹോർമോൺസ് ആയിട്ടുള്ള കോർട്ടിസോൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും അത് നമ്മുടെ PCOSനെ വേഴ്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുക. അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു മെയിൻ ബില്ല് എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ സ്ട്രെസ് ആണ്. നമുക്ക് വണ്ണം കൂടുന്നതിനെ കുറിച്ച് ഓർത്ത്, അല്ലെങ്കിൽ നമ്മുടെ വർക്കിന്റെ കാര്യങ്ങൾ ഓർത്ത്, അതല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള താമസം ഉണ്ടാവുന്നതിനായിട്ടുള്ള ആ ഒരു സ്ട്രെസ് കാരണം, അതുപോലെ തന്നെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതിന്റെ ആ ഒരു സ്ട്രെസ് എല്ലാം കൊണ്ട് നമ്മളൊരു മെന്റലി ഒരു പ്രഷർ കുക്കർ ആ ഒരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ പലരും ഉണ്ടാവുക. ഇതിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസും ഇൻസെക്യൂരിറ്റീസും ഒക്കെ കാരണം ഭയങ്കരമായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ഈ സ്ട്രെസ് നിങ്ങളുടെ ഈ ഒരു ഹോർമോൺസിനെ കൂടുതലായിട്ട് വേഴ്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ നോക്കുക. വേണമെങ്കിൽ യോഗ അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്സ്, അതല്ലെങ്കിൽ ഡീപ്പ് ബ്രീതിങ് ടെക്നിക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാം. നിങ്ങൾക്ക് സമാധാനം തരുന്ന ആളുകളായിട്ട് നിങ്ങളുടെ ലൈഫ് സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നോക്കാം. നിങ്ങളുടെ മെന്റൽ പീസിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കുക. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്താനുള്ളതെന്ന് നിങ്ങൾ എന്നെ ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കുക. PCOS എന്ന് പറയുന്ന ഒരു കേസോ അല്ലെങ്കിൽ ഒരു മാറാവ്യാധിയോ ഒന്നുമല്ല. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണക്രമത്തിലൂടെയും ഒരു പ്രോപ്പർ ആയിട്ടുള്ള റുട്ടീനിലൂടെയും ഈസി ആയിട്ട് അത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് PCOS മാറാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് BFIT സ്ക്വാഡിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ടുള്ള റുട്ടീനിലൂടെയും ഭക്ഷണക്രമത്തിലൂടെയും എക്സസൈസ് റുട്ടീനിലൂടെയും ഒക്കെ PCOD റിവേഴ്സ് ചെയ്ത് എത്രയോ ക്ലയൻസ് BFIT സ്ക്വാഡിലുണ്ട്. അപ്പൊ ഇതൊന്നും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അല്ല മാറാൻ പോകുന്നില്ല, ഞാൻ എപ്പോഴും മെഡിസിൻ കഴിക്കണം എന്ന് ആലോചിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ അപ്കമിംഗ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്, ജൂണിലേക്കുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അതിന്റെ അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് PCOD, തൈറോയിഡ് ഇതൊക്കെ റിവേഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BFIT സ്ക്വാഡിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ജേർണിയിൽ നമ്മുടെ ഹോൾ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ത്രൂ ഔട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പൊ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തതിനു ശേഷം നമുക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒന്ന് ഓർക്കുക, നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇന്ന് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും PCOD ഉണ്ടോ, അത് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇതുവരെ നിങ്ങൾ എന്തൊക്കെയാണ് അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അത് മറ്റുള്ളവർക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാനായിട്ട് മടിക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൊളീഗ്സിനും ഒക്കെ തന്നെ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. PCOD കാരണം ബുദ്ധിമുട്ടുന്നവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു ദിവസം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.